അറബിക്കടലിൽ എറിയും പ്രയോഗത്തിൽ കുടുങ്ങിപ്പോയ ഷാജി ഖാൻ സ്വന്തം ഫാൻസുകാരുടെ മുന്നിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വീണ്ടും ഒരു തഗ് ഡയലോഗ് അടിച്ചു. ഇക്കുറി ഒരു മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെ ഷാജി ഖാൻ ഇടതുപക്ഷക്കാരെ, RSSകാരെ, ഗാന്ധിയെയും നെഹ്റുവിനെയും പുറത്താക്കിയ PM ശ്രീ UDF അധികാരത്തിൽ വന്നാൽ എടുത്ത അറബിക്കടലിൽ പറയൂ എന്ന് പറഞ്ഞൊരു സ്വരമുണ്ട്. ആ സ്വരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ ഓർക്കണം. നിങ്ങൾ എനിക്ക് വോട്ട് തന്നു ജയിപ്പിച്ചാൽ, ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാര RSSും നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. അങ്ങനെ ഒരു RSSന്റെ പാഠപുസ്തകമൊന്നും മലയാളി പഠിക്കണ്ട. അങ്ങനെ പഠിക്കണമെങ്കിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം ഇല്ലാതെയാവണം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വന്ന് വോട്ട് ചോദിക്കുന്നത് ഈ വേങ്ങരയുടെ മാത്രം പ്രശ്നങ്ങളല്ല. അത് 25%. അതിനപ്പുറം 75% ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാനും പൊരുതാനുമുള്ള നിയമനിർമ്മാണ സഭയിലേക്കുള്ള വോട്ടാണ്. കണ്ടല്ലോ, എന്തൊരു ശൗര്യം, എന്തൊരു ഉശിര്! ആ പഞ്ച് ഡയലോഗ് അടിച്ചിരുന്ന ഷാജി ഖാൻ കാലം മാറി മന്ത്രിയായതിനു ശേഷം PM ശ്രീ കൈ കിട്ടിയപ്പോ എപ്പോ അറബിക്കടൽ എറിയും എന്നത് ഇത് ഉയർത്തിക്കാട്ടി നാട്ടുകാർ നിരന്തരം ചോദിച്ചു. ഇതുവരെ അറബിക്കടൽ എറിയാൻ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ അറബിക്കടലിനകത്ത് പോകാൻ കിട്ടിയില്ല. അപ്പോ സ്വാഭാവികമായിട്ടും കുറച്ച് അണികളും ഫാൻസുകാരെല്ലാം ഇപ്പോൾ അസ്വസ്ഥരാണ്. അങ്ങനെ അവർ തന്നെ ഇക്കാന്റെ വാപ്പാനെയും ഇക്കാന്റെ കുടുംബത്തെയൊക്കെ അനുസ്മരിക്കുന്നതുകൊണ്ട് അവരെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയാണ് ഇക്കാൻ വീണ്ടും ആ അറബിക്കടലിൽ എറിയും പരാമർശത്തിന് ഒരു വിശദീകരണവുമായി വന്നത്. പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട്. പണ്ടത്തെ ശൗര്യമൊക്കെ നമ്മുടെ ഷായി എണ്ണന് പോയിരിക്കുന്നു. അന്നൊരു ഇഞ്ചി കടിച്ച ത്രില്ലുണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോ ഇഞ്ചി കിട്ടാത്തത് കൊണ്ടാണെന്തോ ഇഞ്ചി കടിക്കാത്തതിന്റെ ഒരു ശൗര്യക്കുറവും വാക്കിനൊക്കെ ഒരു ബലക്കുറവൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നു. അധികാരത്തിലെത്തിയപ്പോൾ എന്തൊക്കെയോ ഊർന്നു പോയതുപോലെ, ആ ഊർന്നു പോയതിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഇന്നിപ്പോ അറബിക്കടലിന് അടിച്ചൊരു വാചകം അത് അതിനേക്കാൾ കുരുക്കായിട്ടുണ്ട്. എന്താണെന്നല്ലേ ആദ്യം ഒന്ന് കേട്ടെ. ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിൽ ഞാൻ ഇപ്പോഴും വിചാരിക്കണം എന്താ കാര്യങ്ങള്, അധികാരം വന്നതുകൊണ്ട് അത് അറബിക്കടലിലല്ല, അതിനപ്പുറത്ത് വേറെ ഒരു അഴുക്കുചാലുണ്ടെങ്കിൽ വലിച്ചെറിയേണ്ടതാണ്. എനിക്കൊരഭിപ്രായ വ്യത്യാസമില്ല, ഞാനത് മാറ്റാനും പോകുന്ന ആളല്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു ഉത്തരവാദിത്തത്തെ ഏറ്റെടുത്ത് നിൽക്കുമ്പോൾ നമ്മൾക്ക് മാത്രമായി ഒരു കാര്യം ചെയ്യാനാവില്ല. കൊള്ളാം, ഗംഭീര ഡയലോഗാണ് ഇക്ക. പഴയ ഉശിരില്ലെങ്കിലും അവിടെ ഇരുന്നവരൊക്കെ കൈ അടിച്ചു കേട്ടോ. ഏറ്റു. അതായത് എൻ്റെ PM ശ്രീയിലെ ഇപ്പോഴത്തെ നിലപാടും എൻ്റെ വകുപ്പല്ലാത്തത് കൊണ്ടാണ് എറിയാൻ ഇതുവരെ പറ്റാത്തത്. എൻ്റെ വകുപ്പായിരുന്നെങ്കിൽ ഇതിനോടകം ഞാൻ ഒരു 10 തവണ അത് അറബിക്കടലിൽ എറിഞ്ഞേനെ. ഇതിപ്പോ എൻ്റെ വകുപ്പല്ലാതായിപ്പോയി, അതുകൊണ്ട് എൻ്റെ കൈ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും എൻ്റെ നിലപാട് എന്തെന്ന് പറഞ്ഞാൽ അറബിക്കടലല്ല, അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും അഴുക്ക് ചാലുണ്ടെങ്കിൽ അവിടെ കൊണ്ട് എറിയണമെന്നാണ്. അപ്പോ കേട്ടല്ലോ, അറബിക്കടലിന് അപ്പുറത്ത് എന്തെങ്കിലും അഴുക്ക് ചാലുണ്ടെങ്കിൽ അവിടെ കൊണ്ട് എറിയണമെന്ന്. എന്നാൽ ഇക്കാന്റെ അറിവിന് വേണ്ടി ഒരു കാര്യം പറഞ്ഞുതരാം. അറബിക്കടലിന് അപ്പുറം എന്ന് പറഞ്ഞാൽ അഴുക്ക് ചാലല്ല, അവിടെ അറേബ്യൻ ഉപദ്വീപുകൾ എന്ന് പറയും. അത് ഷാജി ഖാന്റെ മനസ്സിൽ അഴുക്ക് ചാലായിരുന്നു എന്ന് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത്. അതുകൊണ്ട് ഇക്കാന്റെ അറിവിലേക്ക് പറഞ്ഞു തരികയാണ്, അറബിക്കടലിന് അപ്പുറം എന്ന് പറഞ്ഞാൽ അത് ഗൾഫ് രാജ്യങ്ങളായിട്ട് വരും. അതായത് ഒമാൻ, യമൻ, സൗദി അറേബ്യ, UAE തുടങ്ങി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണ് ഈ അറബിക്കടലിനപ്പുറത്തുള്ളത്. ആ അഴുക്ക് ചാലിലേക്ക് കൊണ്ട് എറിയുമെന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെ നിന്ന് ഫ്ലൈറ്റും പിടിച്ച് ഞാൻ അറബിക്കടലിനപ്പുറത്ത് പോയി അവിടെ കാണുന്ന അറബ് രാജ്യങ്ങൾ എന്ന അഴുക്ക് ചാലിലേക്ക് PM ശ്രീയെ വലിച്ചെറിയുമെന്നാണോ ഉദ്ദേശിച്ചത്? എന്തായാലും ഈ തഗ്ഗിന് വേണ്ടി അടിക്കുന്ന ഡയലോഗുകളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ നാട്ടുകാർ കുറച്ച് കോമൺ സെൻസോട് കൂടി ചിന്തിക്കും. അതുകൊണ്ട് അപ്പുറത്തുള്ള അഴുക്ക് ചാലെന്ന് ഉദ്ദേശിച്ചത് അറബ് നാടുകളെയാണെന്നും അറബ് നാടുകളെ അധിക്ഷേപിച്ച ഒരു വാചകം കൂടിയായിട്ട് അദ്ദേഹത്തിന്റെ പുതിയ PM ശ്രീ അറബിക്കടലിൽ എറിയൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.